അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 16-ാമത്തെ പാഠം അൽ ഗുലാമുൽ ഹലീം എന്ന പാഠം ഇൻഷാ അല്ലാഹ് വായിച്ച് അതിൻ്റെ അർത്ഥം വെച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ തെരിബാത്ത് കൂടെ നോക്കാം. അൽ ഗുലാമുൽ ഹലീം എന്ന് പറഞ്ഞാൽ സഹനശീലനായ കുട്ടി. സഹനശീലനായ കുട്ടി. അൽ ഗുലാമുൽ ഹലീം എന്ന് പറഞ്ഞാൽ സഹനശീലമായ കുട്ടി. ഇൻഷാ അല്ലാഹ് പാഠം വായിക്കാം. കബ്ര ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വയസ്സായി, പ്രായമായി. വലം യുർസഖ് വലദൻ, അദ്ദേഹത്തിന് സന്താനങ്ങളെ നൽകപ്പെട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വയസ്സായിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹത്തിന് എന്തില്ല, സന്താനങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടില്ല. ദഅ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ റബ്ബിനോട് എന്ത് ചെയ്തു, ദുആ ചെയ്തു. അൻ യഹബ ലഹു, തനിക്ക് നൽകാൻ, വലദൻ സ്വാലിഹൻ, നല്ലവനായ ഒരു കുട്ടിയെ, നല്ലവനായ ഒരു സന്താനത്തെ, ഒരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് എന്ത് ചെയ്തു, ദുആ ചെയ്തു. ഫബശ്ശറഹുല്ലാഹു ബിഗുലാമിൻ ഹലീമിൻ, ഫബശ്ശറഹുല്ലാഹു, അള്ളാഹു തആല സന്തോഷ വാർത്ത നൽകി. ബിഗുലാമിൻ ഹലീമിൻ, നല്ല സഹനശീലനായ ഒരു കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്തു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല സന്തോഷ വാർത്ത നൽകി. വഹുവ ഇസ്മായിൽ അലൈഹിസ്സലാം, അതാരാണ്, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് ആ കുഞ്ഞ്. ഫലമ്മ ബലഗ 13 സന, അങ്ങനെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 13 വയസ്സെത്തിയപ്പോൾ, എത്ര വയസ്സ്, 13 വയസ്സെത്തിയപ്പോൾ, വസാറ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആയി, യസ്ആഫി മസാലിഹി, അവൻ്റെ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാനായി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തൻ്റെ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാനായപ്പോൾ റഅ ഇബ്രാഹിം അലൈഹിസ്സലാം മനാമൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കാണുന്നത്? അമറഹുല്ലാഹു തആല ഫീഹി, ആ സ്വപ്നത്തിലൂടെ അല്ലാഹു തആല കൽപ്പിക്കുന്നു, അൻ യദ്ബഹ ഇബ്നഹു, തൻ്റെ കുഞ്ഞിനെ അറുക്കാൻ, പ്രായമായ സമയത്ത് കിട്ടിയ തൻ്റെ കുഞ്ഞിനെ അറുക്കാൻ എന്ത് ചെയ്യുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സ്വപ്നത്തിലൂടെ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ഫഖാല ലിബ്നിഹി, തൻ്റെ പൊന്നുമോരോട് ചെന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, ചോദിക്കുന്നു, യാ ബുനയ്യ, ഓ എൻ്റെ കുഞ്ഞിമോനെ, ഇന്നി അറാഫിൽ മനാമി, തീർച്ചയായിട്ടും ഞാൻ ഒരു സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, അന്നി അദ്ബഹുക, നിന്നെ അറുക്കുന്നതായിട്ട് ഞാനൊരു സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ട്. ഫൻദുർ മാദാ തറ, ഫൻദുർ, മോനെ നോക്കൂ, മാദാ തറ, എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. ഖാലൽ ഗുലാമുൽ ഹലീം, സഹനശീലനായ ആ കുട്ടി പറയുന്നു, യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ, യാ അബത്തി, ഓ എൻ്റെ പൊന്നുപ്പ, ഇഫ്അൽ മാ തുഅ്മർ, നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക, നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. സതജുദുനി, എന്നെ നിങ്ങൾ കാണും, എന്നെ നിങ്ങൾ എത്തിച്ചേക്കാം, ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, മിനസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ നിങ്ങൾ എന്നെ കാണും, നിങ്ങൾ എന്നെ എത്തിക്കും. ഫലമ്മ അസമ അലദ്ദബിഹി, ഫലമ്മ അസമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീരുമാനിച്ചപ്പോൾ, അലദ്ദബിഹി, അറവിൻ്റെ മേൽ തീരുമാനിച്ചപ്പോൾ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കുന്നതിൻ്റെ മേൽ തീരുമാനിച്ചപ്പോൾ, നാദല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വിളിച്ചു. വ അമറഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിക്കുന്നു, അൻ യദ്ബഹ കബ്ശൻ, ഒരു ആടിനെ അറുക്കാൻ. അൻ യദ്ബഹ കബ്ശൻ, ഒരു ആണാടിനെ, കബ്ശ് പറഞ്ഞാൽ ആണാട്, ഒരു ആണാടിനെ അറുക്കാൻ കൽപ്പിക്കുന്നു. മക്കാന ഇബ്നിഹി, തൻ്റെ മകൻ്റെ സ്ഥാനത്ത്, മക്കാന ഇബ്നിഹി, തൻ്റെ മകൻ്റെ സ്ഥാനത്ത് ഒരു ആടിനെ അറുക്കാൻ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്ന് നഖ്റ വ നഫ്ഹമാണ്, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഒന്നാമത്തത് കബുറ എന്ന് പറഞ്ഞാൽ വയസ്സായി, ലം യർസുഖ് എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടില്ല, സ്വാലിഹുൻ നല്ലവൻ, അൻ യഹബ നൽകാൻ, അൻ യദ്ബഹ അറുക്കാൻ, പിന്നെ യർസുഖു നൽകുന്നു, വലതുൻ സന്താനം, റബ്ബുൻ രക്ഷിതാവ്. ഇങ്ങനെ ഒരുപാട് വാക്യങ്ങൾ നമ്മൾ പാഠത്തിലുള്ള മിക്ക വേർഡുകളുടെയും അർത്ഥങ്ങൾ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ തന്നെ ഈ പാഠം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിക്കുക. ഇനി രണ്ടാമത്തെ നക്തുബു കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളത് പോലെ എഴുതാനാണ്. എന്താ ഉദാഹരണത്തിലുള്ളത്? യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ,
യാ ബുനയ്യ എന്ന കൊടുത്തിട്ടുള്ളത്. അവിടെ ബ്രാക്കറ്റിൽ ഉമ്മാന്ന് കൊടുത്തിട്ടുണ്ട്, സ്വദീഖി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? യാ കൂട്ടി പറയണം. യാ ഉമ്മീ, എൻ്റെ ഉമ്മ. പിന്നെ യാ സ്വദീഖി, എൻ്റെ കൂട്ടുകാരാ. ആ രൂപത്തിൽ എന്ത് ചെയ്യുക? എഴുതുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. ഇനി ഉദാഹരണത്തിലുള്ളതുപോലെ ചെയ്യാനുള്ളത് എന്താ? യജിദു കാണുന്നു, സ യജിദു കാണും. ഇവിടെ സീന് കൂട്ടി. യജിദു കാണുന്നു, സ യജിദു കാണും, സ യജിദു കാണും. അപ്പോൾ യദ്ഹബു പോകുന്നു, സ യദ്ഹബു പോകും. യഹബു നൽകും, നൽകുന്നു, സ യഹബു നൽകുന്നു. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യുക? എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ദാ ഇബ്രാഹിമു റബ്ബഹു അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം? അസ്ലമ അലി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമുക്ക് ദാ ഇബ്രാഹിം റബ്ബഹു എന്ന് പറഞ്ഞ പോലെ ദാ അസ്ലമു റബ്ബഹു, ദാ അലിയുൻ റബ്ബഹു. അസ്ലമ തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അലി തൻ്റെ റബ്ബിനോട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ആ രൂപത്തിൽ പേര് ഏത് പേരും അല്ല, അതിന് മുമ്പിൽ ദാ എന്നുള്ളതും റബ്ബഹു എന്നുള്ളതും കൂട്ടി കൊടുക്കുക. അതിൻ്റെ അർത്ഥവും അവിടെ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത നക്തശിഫുൽ മുമാസില. ഐ യഹബ പോകാൻ. ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതണം. ഐ യഹബ പോകാൻ. അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഐ യദ്ഹബ ഐ യദ്ഹബ പോകാൻ. അപ്പോൾ വേറെ നമ്മൾ എന്ത് ചെയ്തു? ഐ യഹബ നൽകാൻ, ഐ യദ്ബഹ അറുക്കാൻ. ഇനി നാലാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന് മൻ ദഅ റബ്ബഹു, ആരാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്? ആൻസർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. രണ്ട് മാദാ റഅ ഇബ്രാഹിം അലൈഹിസ്സലാം ഫിൽ മനാമി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിൽ എന്താണ് കണ്ടത്? ആൻസർ ഐ യദ്ബഹ ഇബ്നഹു, തൻ്റെ കുട്ടിയെ അറുക്കാൻ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാനാണ് സ്വപ്നത്തിൽ കണ്ടത്. മൂന്ന് യാ അബത്തിഫ് അൽ മാ തുമർ മൻ ഖാല, ആരത് പറഞ്ഞത്? യാ അബത്തിഫ് അൽ, ഓ ഉപ്പ, ഇഫ് അൽ മാ തുമർ, നിങ്ങളോട് എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തോളൂ. ഇത് ആരാ പറഞ്ഞത്? ആൻസർ ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ ഈ പാഠത്തിലെ തജ്രീബാത്തും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും നല്ല പഠിക്കാനുള്ള കഴിവും തൗഫീഖും അല്ലാഹു തആല നൽകുമാറാകട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു തആല വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല നീക്കി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.